കോഴിക്കോട് കോട്ടമുഴി പാലം പുനർനിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക്. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടമുഴി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തി കഴിഞ്ഞ ദിവസമാണ് ഇടിഞ്ഞു വീണത്. കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടമുഴി പാലത്തിന്റെ പുനർനിർമ്മാണം ഒരു വർഷത്തോളമായിട്ട് പൂർത്തിയാകാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. അതിനിടെയാണ് നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് പുഴയിലേക്ക് വീണത്. 20 മീറ്ററോളം താഴേക്കാണ് സംരക്ഷണ ഭിത്തി തകർന്നത്. 4 കോടിയിലധികം രൂപ PWD തന്നെ ചെലവഴിച്ചിട്ടാണ് ഈ പാലവും പാലത്തിന്റെ സൈഡിലുള്ള അപ്രോച്ച് റോഡും പാലത്തിന്റെ അപ്രോച്ച് റോഡും പുഴക്കരികിലുള്ള കെട്ടും നടക്കുന്നത്. ഇപ്പോൾ അത് ആകെ ഇടിഞ്ഞ് പുഴയിലേക്ക് വീണ ഒരവസ്ഥയാണുണ്ടത്. ഒരു മഴയോ ഒരു പ്രകൃതി ഒരു സംഭവം ഇല്ലാത്ത സമയത്ത് ഈ ഭിത്തി ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിർമ്മാണത്തിൽ നല്ല അപാകത ഉണ്ടായിട്ടുണ്ട് എന്നാണ് നഗ്നമായ യാഥാർത്ഥ്യമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ബസ് സർവീസ് ഉൾപ്പെടെ വാഹന ഗതാഗതമെല്ലാം നിർത്തിവെച്ചാണ് പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. പാലത്തിന്റെ കോൺക്രീറ്റ് ഈയിടെ കഴിഞ്ഞെങ്കിലും ഇരുവശത്തെയും അനുബന്ധ റോഡുകളുടെയും 4 ഭാഗത്തെ കരിങ്കൽ ഭിത്തിയുടെ പ്രവൃത്തിയും ഇനി ബാക്കിയുണ്ട്. കക്കാട്, കാരശ്ശേരി, കൊടിയത്തൂർ എന്നീ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളും പ്രദേശവാസികളും ഇതുമൂലം ഏറെ കഷ്ടപ്പെടുകയാണ്. PTM ഹൈസ്കൂൾ, വാദി റഹ്മ, ചേന്നമംഗലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കിലോമീറ്ററുകൾ അധികം ചുറ്റി സഞ്ചരിച്ചാണ് 8 മാസമായി വിദ്യാലയങ്ങളിൽ എത്തുന്നത്. പാലത്തിന്റെ പണി വേഗത്തിലാക്കിയില്ലെങ്കിൽ ജനകീയ സമരം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.